നഗരങ്ങളിൽ 1 ലക്ഷം വീടുകൾ എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തി. പ്രധാനമന്ത്രി ആവാസ് യോജന ഫലപ്രദമായി നടപ്പാക്കുന്നതിൽ കേരളത്തിലെ നഗരങ്ങളിൽ കേന്ദ്ര സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കുമ്പോഴും ഗ്രാമീണ മേഖലയിൽ കേരള ഗവൺമെൻറ് നടപ്പാക്കുന്ന ഭവന പദ്ധതി സമ്പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ലൈഫ് മിഷനെ കുറിച്ചുള്ള ഒരു അവകാശവാദവും ഈ സർക്കാർ ഉന്നയിക്കുന്നില്ല. ഈ ബജറ്റിലും കാര്യമായിട്ട് പരാമർശിച്ചിട്ടില്ല. കേരള ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക മിസ്മാനേജ്മെൻറ്റിന് കേന്ദ്രത്തെ കുറ്റം പറയുമ്പോഴും കേന്ദ്ര പദ്ധതികളുടെ ആനുകൂല്യത്തിൽ മാത്രമാണ് ഈ വർഷം കേരളത്തിന് മുമ്പോട്ട് പോകാൻ കഴിയുന്നതെന്ന് സ്ഥാപിക്കുന്നതാണ് ഈ ബജറ്റ്. മത്സ്യത്തൊഴിലാളികളുടെ തീരദേശ മേഖലയ്ക്ക് കൈയയച്ച സഹായം എന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് സാധിക്കുന്നത്? മത്സ്യസമ്പദ യോജന ഇത്തവണ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ബജറ്റിൽ ഏറ്റവും കൂടുതൽ ആനുകൂല്യം ലഭിക്കാൻ പോകുന്ന സ്റ്റേറ്റ് കേരളമാണ്. ഇത്രയും വിശാലമായിട്ടുള്ള തീരദേശമുള്ള കേരളത്തിന് ലഭിക്കാൻ പോകുന്ന ആനുകൂല്യങ്ങളുടെ വിഹിതത്തിൻ്റെ കണക്ക് പറഞ്ഞിട്ടാണ് ഇപ്പോൾ അദ്ദേഹം ഒരു ചെറിയ തുക അക്കാര്യത്തിൽ മാറ്റിവെച്ചത്. കർഷകരെ സഹായിക്കാൻ ഇവിടെ എന്താ ചെയ്യുക? നിങ്ങൾ റബ്ബർ ബോർഡിന് എത്ര സെൻട്രൽ ഗവൺമെൻറ് കൊടുത്തു? ടീ ബോർഡിന് എത്ര കൊടുത്തു? കോഫി ബോർഡിന് എത്ര കൊടുത്തു? കോക്കനട്ട് ബോർഡിന് എത്ര കൊടുത്തു? കൊയർ ബോർഡിന് എത്ര കൊടുത്തു? നിങ്ങൾ കണക്ക് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. കേരളത്തിനൊന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞല്ലോ. നാളികേര കർഷകരെ സഹായിക്കാൻ ഈ ഗവൺമെൻറ് എന്താണ് ഈ ബജറ്റിൽ മാറ്റിവെച്ചിരിക്കുന്നത്? കയർ മേഖലയിൽ ഈ ഗവൺമെൻറ് എന്താണ് മാറ്റിവെച്ചിരിക്കുന്നത്? റബ്ബർ മേഖലയിൽ ഈ റബ്ബർ കർഷകരെ സഹായിക്കാൻ എന്താണ് മാറ്റിവെച്ചിരിക്കുന്നത്? 210 രൂപ മാർക്കറ്റിൽ വില കിട്ടുമ്പോൾ 10 രൂപ കൂട്ടി 180 രൂപയാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു കാപട്യം നിറഞ്ഞ ബജറ്റാണ്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ബജറ്റാണ്. ധനകാര്യ മിസ്മാനേജ്മെൻറ്റിന് ജനങ്ങളെ പിഴിയുന്ന നടപടിയാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത്. 2022 പബ്ലിക് ഡൊമൈനിലുള്ളതാണല്ലോ. CNAG വളരെ വ്യക്തമായി 28,000 കോടി രൂപയുടെ നികുതി കുടിശ്ശിക വൻകിടക്കാരിൽ നിന്ന് പിരിക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. ഒരക്ഷരം ധനകാര്യമന്ത്രി ഈ ബജറ്റ് പ്രസംഗത്തിനിടയിൽ ഒരിടത്തും CNAG വളരെ ആധികാരികമായി 28,000 കോടി രൂപ നികുതി കുടിശ്ശിക ലഭിക്കാനുണ്ട്, ആ കാര്യത്തെ അഡ്രസ്സ് ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. പകരം ആരമേലാണ് അടിച്ചേൽപ്പിക്കുന്നത്? ഭൂനികുതി 50% അധികം. നോക്കണം നിങ്ങൾ, ഇതിന് മുമ്പ് അവർ വർദ്ധിപ്പിച്ചതിൻ്റെ കണക്ക് നോക്കിയാൽ അറിയാം ഈ സർക്കാർ എത്രമാത്രം മനുഷ്യത്വരഹിതമായ നടപടിയാണ് സ്വീകരിച്ചത്. 28,000 crore പണക്കാരിൽ നിന്ന് പിരിഞ്ഞു കിട്ടാനുള്ള സർക്കാർ അവിടെ ഒരു നടപടിയും എടുക്കാതെ 6 മാസം മുമ്പ് വെള്ളക്കരം, വീട്ടുകരം, അസസ്മെൻ്റ് എന്ന് പറഞ്ഞ് വീട് വെച്ചവർക്ക് കെട്ടിട നികുതിയുടെ പുതിയ അസസ്മെൻറ്റ്, ഇതെല്ലാം ഭീകരമായ ഭാരം ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിച്ചതിന് ശേഷമാണ് ഇപ്പോഴും ഭൂനികുതി സ്ലാബ് 50% വർദ്ധിപ്പിച്ചിരിക്കുന്നത്. എന്താ ധനകാര്യമന്ത്രി പറഞ്ഞത്? 5 കൊല്ലം GST കുടിശ്ശിക കിട്ടി, ഇപ്പം കിട്ടുന്നില്ല. സർ, 5 കൊല്ലം GST കുടിശ്ശിക കിട്ടിയത് എല്ലാ സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടിയ സ്റ്റേറ്റ് കേരളമാണ്. ആ കാലത്ത് ഇവർ അടയിരുന്നു നികുതി പിരിക്കാതെ. GST കുടിശ്ശിക കിട്ടും, റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കിട്ടും. കിട്ടിയതിന് കണക്ക് അദ്ദേഹം പറയുന്നില്ല. GST കുടിശ്ശിക, അതായത് കുടിശ്ശികയല്ല, GST കോമ്പൻസേഷൻ, തെറ്റിപ്പോയതാണ്. GST കോമ്പൻസേഷൻ 5 കൊല്ലം കിട്ടി, 5 കൊല്ലം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കാലത്ത് ഇവർ ഒരു തരത്തിലുള്ള GST ഫലപ്രദമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്ത് സർക്കാരിന് കിട്ടേണ്ടത് കണക്കിന് കിട്ടാനുള്ള ഒരു തരത്തിലുള്ള പ്രോഗ്രസീവായിട്ടുള്ള ഇടപെടലും ഈ സർക്കാർ നടത്തിയില്ല. കോമ്പൻസേഷൻ കിട്ടുമല്ലോ 3 മാസം കൂടുമ്പോൾ 4,000-5,000 കോടി കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഒരു നടപടിയും ധനകാര്യമന്ത്രി എടുത്തില്ല. നികുതി സമ്പ്രദായം തന്നെ കാലഹരണപ്പെട്ട രീതിയിലാണ് കേരളത്തിൽ പോയത്. കുടിശ്ശിക പിരിക്കാൻ ഒരു സമ്പ്രദായം ഉണ്ടായില്ല, ഒരു നടപടി ഉണ്ടായില്ല. കേരള ഗവൺമെൻറ്റിൻ്റെ മിസ്മാനേജ്മെൻറ്റിൻ്റെ ഫലമായിട്ടാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി എല്ലാം ഉണ്ടായിരിക്കുന്നത്. 2,200 കോടി രൂപ വയനാട് പുനരധിവാസത്തിന് വേണം എന്ന് പറഞ്ഞിട്ട് 700 കോടിയേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ 1,500 കോടി കേന്ദ്രം തരുമെന്നുള്ള ബജറ്റിലാണ്. എല്ലാ രംഗത്തും ഈ ബജറ്റ് ആളുകളെ കബളിപ്പിക്കുന്ന ബജറ്റാണ്. ചെറുപ്പക്കാരുടെ കാര്യത്തിൽ നിങ്ങൾ നോക്കൂ, ഇപ്പോൾ MSME, സ്റ്റാർട്ടപ്പുകൾ, ഇതിനെല്ലാം വേണ്ടി എത്ര വലിയ തോതിലുള്ള സഹായമാണ് സെൻട്രൽ ഗവൺമെൻറ് നൽകുന്നത്. എന്താ കേരള ഗവൺമെൻറ് സംരംഭകത്വം വർദ്ധിപ്പിക്കാനും തൊഴിലില്ലായ്മ പരിഹരിക്കാനും ചെറുപ്പക്കാരെ സഹായിക്കാനും ഇവരെന്താ നീക്കി വെച്ചിരിക്കുന്നത്? ഈ ബജറ്റിൽ ഒന്നും എടുത്തു പറയുന്ന ഒരു കാര്യവും
സംസ്ഥാന ബജറ്റിൽ നീക്കിവെച്ചിട്ടില്ല. വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന അദ്ദേഹം പറയുന്നത് എന്ത് മാറ്റമാണ് കൊണ്ടുവരുന്നത്? റെഗുലർ കോളേജിൽ പോലും കുട്ടികൾ പോകുന്നില്ല. പ്രസ്റ്റീജിയസ് കോളേജുകളിൽ പോലും സാധാരണ ഡിഗ്രി ക്ലാസ്സുകളിൽ പകുതി സീറ്റ് ഒഴിഞ്ഞു കിടക്കും. യൂണിവേഴ്സിറ്റികൾ നാഥനില്ല കളരിയായി. ഉന്നത വിദ്യാഭ്യാസ മേഖല സമ്പൂർണ്ണമായിട്ട് തകർന്നു. 5 കൊല്ലം മുമ്പ് ഫോറിൻ യൂണിവേഴ്സിറ്റികളുടെ ഓഫ് ക്യാമ്പസ് ഇവിടെ വേണമെന്ന് പറഞ്ഞപ്പോൾ 10 കൊല്ലം മുമ്പ് അതിന് വേണ്ടിയിട്ട് സംസാരിച്ചവരെ നിലത്തിട്ട് അടിച്ചവരാണ്. ഇപ്പോൾ പുതിയ വിദേശ സ്വകാര്യ സർവകലാശാല കൊണ്ടുവരുമെന്ന് പറയുന്നു. ദീർഘവീക്ഷണമില്ലാത്ത സർക്കാരിൻ്റെ പ്രവർത്തനം വിദ്യാഭ്യാസ മേഖലയിൽ 2000 കോടി രൂപ ഇപ്പോൾ നഷ്ടമാവും. NEP നടപ്പാക്കില്ല എന്നുള്ള തലതിരിഞ്ഞ സമീപനം കേരള ഗവൺമെൻറ്റിൻ്റെ. ദേശീയ വിദ്യാഭ്യാസ നയം ഞങ്ങൾ നടപ്പാക്കില്ല എന്നുള്ള തലതിരിഞ്ഞ നയത്തിൻ്റെ ഭാഗമായി നോക്കിക്കോ നിങ്ങൾ 2000 കോടി രൂപ കേരളത്തിൽ നഷ്ടമാവാൻ പോകും.